അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിലബസ് എന്താണ് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് 10 മാർക്ക് നമുക്ക് ഒരു ഗദ്യം പഠിച്ചിട്ട് ആൻസർ ചെയ്യുമ്പോഴും ശ്ലോകം പഠിച്ചിട്ട് ആൻസർ ചെയ്യുമ്പോഴും ഷുവറായിട്ടും നന്നായിട്ട് വായിച്ചിട്ട് എഴുതിയ ഷുവറായിട്ടും 10 മാർക്ക് കിട്ടും. അതുപോലെ തന്നെ 10 മാർക്ക് ഉറപ്പിക്കുന്ന ഒരു ഭാഗം ഏതാ പറഞ്ഞത്? നമ്മുടെ വൃത്തം, അലങ്കാരം എന്നീ ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യങ്ങൾ. കാരണം കൃത്യമായിട്ട് ഏതൊക്കെ അലങ്കാരങ്ങൾ പഠിക്കണം, ഏതൊക്കെ വൃത്തങ്ങൾ പഠിക്കണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ 10 അലങ്കാരങ്ങളും 10 വൃത്തങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും 10 മാർക്ക് കിട്ടും. അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ആ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇന്ന് ലാസ്റ്റിൽ നിന്ന് പഠിച്ചു തുടങ്ങാം. അതായത് ആ 10 മാർക്ക് ഷുവർ ആക്കിയിട്ട് നമുക്ക് ബാക്കിയിലേക്ക് പോകാം. നമ്മൾ ഇന്ന് വൃത്തം എന്ന് പറയുന്ന മൊഡ്യൂളാണ് എടുക്കാൻ പോണത്. 10 വൃത്തങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ലഘു, ഗുരു അല്ല ഗണങ്ങൾ എങ്ങനെയാണ് പറയുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കാം. ഇതിൽ നിന്ന് ചോദ്യം വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നുകിൽ ഈ ആദിലഘു ഏത് ഗണമാണ്, മധ്യലഘു ഏത് ഗണമാണ്, അല്ലെങ്കിൽ സർവഗുരു ഏത് ഗണമാണ്, അത്തരത്തിലുള്ള ചോദ്യങ്ങളും പിന്നെ ലക്ഷണം തന്നിട്ട് ഏത് ഗണമാണെന്ന് ചോദിക്കുക. അങ്ങനെയാണ് ചോദ്യങ്ങൾ കണ്ടിട്ടുള്ളത്. പിന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ ഉദാഹരണം തന്നിട്ട് ഗണം തിരിക്കാനോ, അല്ലെങ്കിൽ പിന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഗണങ്ങൾ മാത്രം തരും ഓരോ വൃത്തത്തിൻ്റെയും. എന്നിട്ട് അത് ഇപ്പോൾ തഗണ ജഗണ ഗുരു ഗുരു, തഗണ തഗണ ജഗണ ഗുരു ഗുരു എന്ന് തരും. എന്നിട്ട് ഏത് ഗണമെന്ന് ചോദിക്കും. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. പിന്നെ ചോദിക്കാനുള്ളത് ചാൻസ് ഉള്ളത് വർണ്ണങ്ങൾ തന്നിട്ട് ഏത് ഗണമെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു ശ്ലോകം തന്നിട്ട് അത് ഏത് വൃത്തത്തിൽ വരുന്നതെന്ന് ചോദിക്കാം. അങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ രീതിയിൽ ഈ ഒരു ഭാഗത്തെ കാണുക, പഠിക്കുമ്പോൾ ആ ഒരു രീതിയിൽ പഠിക്കുക. നമുക്ക് ഇന്ന് ഓരോ വൃത്തവും എങ്ങനെയാണ് ഗണം തിരിക്കുക, എന്താണ് ലഘു, എന്താണ് ഗുരു എന്നൊക്കെ മനസ്സിലാക്കാം. നിങ്ങൾക്കറിയാവുന്ന കാര്യമായിരിക്കും, പക്ഷെ നമുക്കൊന്ന് പറഞ്ഞു പോവാം. ലഘു എന്ന് പറയുന്നത് ഓരോരുത്തരും നോട്ട് ചെയ്യുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും പഠിപ്പിച്ചിട്ടുണ്ടാവുക. ലഘു എന്നത് ഒരു വര, ഇതാണ് ലഘു എന്ന് പറയുന്നത്. യു എഴുതുന്നത് ഗുരു. ഇതാണ് നമ്മളിപ്പോൾ പഠിക്കുന്ന സിമ്പൽ. നിങ്ങൾ തിരിച്ചാണ് പഠിച്ചിട്ടുള്ളതെങ്കിൽ തിരിച്ച് മനസ്സിലാക്കിയാൽ മതി. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് പഠിച്ചിട്ടുള്ളത്. ഒരു സിമ്പൽ അത്രയും മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിമ്പൽ കൊടുക്കാം. ലഘു എന്ന് പറയുന്നത് ഹ്രസ്വാക്ഷരത്തെയും ഗുരു എന്ന് പറയുന്നത് ദീർഘാക്ഷരത്തെയാണ്. ഓക്കെ ആണല്ലോ. ഇനി ഒരു ശ്ലോകം തന്നിട്ട് അതിൽ ലഘു ഗുരു തിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് മനസ്സിലാക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരു ശ്ലോകം തരാണ്. ഇപ്പം നമുക്ക് ഈ ഒരു വരി തന്നെ എടുക്കാം. ഈ ഒരു ശ്ലോകം എന്നല്ല, ഈ ഒരു വരി തന്നെ എടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു വരി തന്നെ എടുക്കാം. ഒരു ശ്ലോകത്തിൽ ദീർഘാക്ഷരമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഒരക്ഷരം നോക്കാം. ഇപ്പം ഈ ആ എന്നുള്ള അക്ഷരം അത് ദീർഘമാണെങ്കിൽ അത് ഗുരുവായിരിക്കും, ഹ്രസ്വമാണെങ്കിൽ ലഘുവായിരിക്കും. ദീർഘാക്ഷരമാണെങ്കിൽ അത് ഗുരുവായിരിക്കും, ഹ്രസ്വാക്ഷരമാണെങ്കിൽ അത് ലഘുവായിരിക്കും. ഇനി ഒരു വരിയുടെ, അതായത് എല്ലാ വരിയുടെയും അവസാനത്തെ അക്ഷരം ഗുരുവായിരിക്കും. അതിനൊരു ചേഞ്ചും ഇല്ല. ഒരു ശ്ലോകം തന്നിട്ട് അതിൽ എല്ലാ വരികളും, ഇപ്പോൾ ഈ ശ്രീപതിം പ്രണിപത്യാഹം എന്നുള്ള ശ്ലോകം എടുക്കുകയാണെങ്കിൽ ഇവിടെ അവസാനത്തെ അക്ഷരങ്ങളെല്ലാം ഗുരുവായിരിക്കും. അതുപോലെ തന്നെ വിസർഗവോ അനുസ്വാരവോ വന്ന ആ അക്ഷരം ഗുരുവായിരിക്കും. വിസർഗവോ അനുസ്വാരവോ വന്ന ആ അക്ഷരം ഗുരുവായിരിക്കും. പിന്നെയോ കൂട്ടക്ഷരത്തിന് തൊട്ട് മുൻപുള്ള അക്ഷരവും ഗുരുവായിരിക്കും. അപ്പം എങ്ങനെയൊക്കെയാണ് ഗുരു? ദീർഘാക്ഷരം വന്നാൽ ഗുരുവായിരിക്കും, എല്ലാ വരിയുടെയും അവസാനത്തെ അക്ഷരം ഗുരുവായിരിക്കും, കൂട്ടക്ഷരം വന്നാൽ അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം ഗുരുവായിരിക്കും, അതുപോലെ അനുസ്വാരവോ വിസർഗവോ വന്നാൽ ആ അക്ഷരവും ഗുരുവായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഹ്രസ്വാക്ഷരമാണെങ്കിൽ ലഘുവായിരിക്കും, ദീർഘാക്ഷരമാണെങ്കിൽ ഗുരുവായിരിക്കും. ഇനി ഹ്രസ്വാക്ഷരങ്ങൾ തന്നെ ചില സമയത്ത് ഗുരുവായിട്ട് വരുന്ന സന്ദർഭങ്ങളാണ് പറഞ്ഞത്. ഏതൊക്കെ? എല്ലാ വരിയുടെ അവസാനത്തെ അക്ഷരം അതിന് ഹ്രസ്വമാണോ ദീർഘമാണോ നോക്കില്ല, അതെപ്പോഴും ഗുരുവായിരിക്കും. അതുപോലെ തന്നെ കൂട്ടക്ഷരത്തിന് തൊട്ട് മുമ്പുള്ള അക്ഷരം, ഇപ്പോൾ
പ്രണിപത്യ, ത്യാ എന്നുള്ളത് കൂട്ടക്ഷരമാണ്. അപ്പം അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം പ എന്ന് പറയുന്നത് എന്താണ്? ഹ്രസ്വാക്ഷരമാണ് ശരിക്കും, അല്ലേ? പ എന്ന അക്ഷരം ഹ്രസ്വാക്ഷരമാണ്. പക്ഷേ കൂട്ടക്ഷരത്തിന് തൊട്ട് മുമ്പുള്ള അക്ഷരം ആയതുകൊണ്ട് അത് ഗുരുവായിരിക്കും. അതുപോലെയോ അനുസ്വാരോ വിസർഗോ വന്ന ഹം അല്ലെങ്കിൽ തിം എന്ന് വന്നിരിക്കുന്ന കണ്ടില്ലേ, അവിടെ ഗുരുവായിരിക്കും. വിസർഗം വന്നാലും ഗുരുവായിരിക്കും. അത്തരത്തിൽ ഹ്രസ്വാക്ഷരമാണെങ്കിലും ഗുരു വരുന്ന സന്ദർഭങ്ങളും ഉണ്ട്. അപ്പം ലഘു ഗുരു എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ലഘു എന്ന് പറയുന്നത് ഹ്രസ്വാക്ഷരമാണ്, ഗുരു എന്ന് പറയുന്നത് ദീർഘാക്ഷരമാണ്. ഗുരു വരുന്നത്, ഹ്രസ്വം വന്നാലും ഗുരു വരുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? കൂട്ടക്ഷരം വന്നാൽ തൊട്ടു മുമ്പുള്ള അക്ഷരം, അനുസ്വാരോ വിസർഗോ വന്ന ആ അക്ഷരം, അതുപോലെ തന്നെ ഓരോ വരിയുടെയും അവസാനത്തെ അക്ഷരം എന്നിവ ഗുരുവായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഗണം എങ്ങനെയാണ്, ഗുരു ലഘു അടിസ്ഥാനത്തിൽ ഗണം എങ്ങനെയാണ് തിരിക്കുന്നത്. ഈ ശ്ലോകം നോക്കാം. ആദിമധ്യ അവസാനേഷു ഭജസാ യാന്തി ഗൗരവം യരതാ ലാഘവം യാന്തി മനൗത്തു ഗുരുലാഘവം. എന്നൂടി വായിക്കാം. ആദിമധ്യ അവസാനേഷു ഭജസാ യാന്തി ഗൗരവം യരതാ ലാഘവം യാന്തി മനൗത്തു ഗുരുലാഘവം. ഗണങ്ങൾ ഏതൊക്കെയാണ്? ഭജസ, യരത, മനൗ. ഭഗണ, ജഗണ, സഗണ, യഗണ, രഗണ, തഗണ, മഗണ, നഗണ. ഇനി പറയാണ്, ആദ്യം ഗണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലായി. ഭജസ, ഭഗണ, ജഗണ, സഗണ, യഗണ, രഗണ, തഗണ, മഗണ, നഗണ. അങ്ങനെ 8 ഗണങ്ങൾ. ഇതിൽ ഭജസയിൽ ഭഗണ, ജഗണ, സഗണയിൽ ആദിയിലും മധ്യത്തിലും അവസാനത്തിലും ഗുരു മാറി മാറി വരും. അതായത് ഭഗണ ആവുമ്പോൾ ഇവിടെ നോക്ക്, ഭഗണ ആവുമ്പോൾ ആദി ഗുരു, അതായത് ആദ്യത്തേത് ഗുരുവായിരിക്കും, ബാക്കി രണ്ടും ലഘുവായിരിക്കും. ജഗണ ആവുമ്പോൾ മധ്യത്തിൽ ഗുരുവായിരിക്കും, ആദ്യവും അവസാനവും ലഘുവായിരിക്കും. സഗണ ആവുമ്പോഴോ അന്ത്യത്തിൽ ഗുരുവായിരിക്കും, ആദ്യവും രണ്ടാമതും ലഘുവായിരിക്കും. അങ്ങനെ ആദി മധ്യ അവസാനേഷു ഭജസാ യാന്തി ഗൗരവം. ഗുരു മാറി മാറി വരും, ആദിയിലും മധ്യത്തിലും അവസാനത്തിലും. ഇനി യരതാ യാഘവം യാന്തി. യഗണ രഗണ തഗണത്തിൽ ഇവിടെ ഗുരു അല്ലേ മാറി വന്നത്, ഇവിടെ ലഘു മാറി വരും. ആദ്യം ലഘു, ബാക്കി രണ്ടും ഗുരു. മധ്യലഘു, രഗണ ആവുമ്പോൾ മധ്യത്തിൽ ലഘു, ബാക്കി രണ്ടും ഗുരു. അന്ത്യത്തിൽ ലഘു, ബാക്കി രണ്ടും ഗുരു തഗണ ആവുമ്പോൾ. ഇനി എല്ലാം ഗുരു ആണെങ്കിൽ അത് മഗണം, എല്ലാം ലഘു ആണെങ്കിൽ അത് നഗണം. മനൗത്തു ഗുരുലാഘവം. മഗണത്തിൽ സർവഗുരു, നഗണത്തിൽ സർവലഘു. ഇങ്ങനെയായിരിക്കും ചോദ്യം വരുന്നുണ്ടാവുക. ആദി ലഘു ഏത് ഗണാണ്, അല്ലെങ്കിൽ സർവഗുരു ഏത് ഗണാണ്, അല്ലെങ്കിൽ അന്ത്യലഘു. അത്തരത്തിലാണ് ചോദ്യങ്ങൾ വരിക. അപ്പൊ ഈ കാര്യം മനസ്സിലായോ? ഏതൊക്കെയാണ് ഗണങ്ങൾ? ഭഗണ, ജഗണ, സഗണ, യഗണ, രഗണ, തഗണ, മഗണ, നഗണ. അതിൽ ഭഗണ ആവുമ്പോൾ ആദിഗുരു, ജഗണ ആവുമ്പോൾ മധ്യഗുരു, സഗണ ആവുമ്പോൾ അന്ത്യഗുരു. യഗണ ആവുമ്പോൾ ആദിലഘു, രഗണ ആവുമ്പോൾ മധ്യലഘു, തഗണ ആവുമ്പോൾ അന്ത്യലഘു. ഇനി മഗണത്തിൽ സർവഗുരുവും നഗണത്തിൽ സർവലഘുവും വരും. ഓക്കെ അല്ലേ? ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. നോക്ക്, ഈ ശ്ലോകത്തിൽ ഒരു വരി നമുക്ക് ജസ്റ്റ് നോക്കാം. ശ്രീപതിം പ്രണിപത്യാഹം. ശ്രീ എന്നുള്ള അക്ഷരം ദീർഘാക്ഷരമാണ്, അപ്പം അത് ഗുരു. പ ഹ്രസ്വാക്ഷരമാണ്, ലഘു. തിം എന്നുള്ളത് ഹ്രസ്വമാണ്, പക്ഷെ അവിടെ അനുസ്വാരം വന്നേക്കുന്നുണ്ട്, അത് ഗുരു. അപ്പോൾ ഗുരു, ലഘു, ഗുരു. മധ്യത്തിൽ ലഘു വന്നു കഴിഞ്ഞാൽ ഏത് ഗണാണ്? രഗണം. ഇനി പ്ര എന്നുള്ള അക്ഷരം ലഘു. നി ലഘു. പ എന്ന് പറയുന്നത് ത്യാ, കൂട്ടക്ഷരത്തിന് തൊട്ട് മുമ്പുള്ള അക്ഷരമാണ്, അപ്പം അത് ഗുരു. അപ്പോൾ അന്ത്യത്തിൽ ഗുരു വന്നു കഴിഞ്ഞാൽ ഗുരു മാറി മാറി വരുന്ന ഭജസ, സഗണം. അതുപോലെ ഹം ഒരു വരിയുടെ അവസാനത്തെ അക്ഷരമാണ്, അല്ലെങ്കിലും അവിടെ അനുസ്വാരം ഉള്ളത് കൊണ്ടത് ഗുരുവാണ്. അത്തരത്തിലാണ് ഗുരു ലഘു തിരിക്കുന്നത്. മനസ്സിലായോ? ഗുരു ലഘു തിരിക്കുന്ന കാര്യം മനസ്സിലായില്ലേ? ഒരു അക്ഷരം, ഒരു ശ്ലോകം തന്നു കഴിഞ്ഞാൽ ആദ്യം
ഗുരു ലഘു തിരിക്കുക, എന്നിട്ട് അത് ഏത് ഗണാന്ന് മനസ്സിലാക്കാം. എന്നിട്ടാണ് നമ്മൾ ഏത് വൃത്താന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ലഘു ഗുരു കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കണു. മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ പറയുക. പിന്നെ ഗണങ്ങളും മനസ്സിലായി എന്ന് വിചാരിക്കണം. ഓക്കെ ആണെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി നമുക്ക് ഓരോ വൃത്തങ്ങളായിട്ട് പഠിക്കാം. അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ.